ഹലോ. നമ്മൾ ഇന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ. അപ്പം അതേ നമ്മൾ കിഴക്കേനടയിലൂടെയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ഗോപുരവാതിൽ കഴിഞ്ഞ് അകത്തോട്ട് കയറിയാൽ വലിയ കുളമാണ്. അതിൻ്റെ രണ്ട് വശത്തൂടെയും നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ പറ്റും കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടതുവശത്തു കൂടി അങ്ങോട്ട് പോവാണ്. ചെന്ന പാടെ നമ്മൾ പാൽപ്പായസത്തിനുള്ള ടിക്കറ്റ് എടുത്തു. അതിനുശേഷം തൃക്കൈ വെണ്ണ ത്രിമധുരം അതൊക്കെ ഭഗവാന് വാങ്ങി. അങ്ങനെ അകത്ത് കയറി എല്ലാം തൊഴുതു. നല്ല ഭംഗിയായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി കേട്ടോ. വലിയ തിരക്കോ ഒന്നും ഉണ്ടായില്ല. വളരെ സന്തോഷവും സമാധാനവുമായിട്ട് ഭഗവാനെ കാണാനും ഒരുപാട് നേരം കണ്ടു നിൽക്കാനും ഒക്കെ പറ്റി. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ വളരെയൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വില്വമംഗലം സ്വാമിയിൽ നിന്ന് ഇവിടെ ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞ ചെമ്പകശ്ശേരി രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. വലത് കൈയിൽ ചമ്മട്ടിയും ഇടം കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പാർത്ഥസാരഥി ഭഗവത് സ്വരൂപമാണ് അമ്പലപ്പുഴയിലേത്. കിഴക്കോട്ട് ദർശനമായി രഥത്തിൻ്റെ മാതൃകയിൽ തീർത്ത മനോഹരമായ ക്ഷേത്രമാണിത്. ഉപദേവതകളായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, ഭദ്രകാളി എന്നിവരാണുള്ളത്. അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലാണ്. അമ്പലപ്പുഴ പാൽപ്പായസം, അമ്പലപ്പുഴ വേലകളി എന്നിങ്ങനെ അമ്പലപ്പുഴയുടെ പെരുമ വിളിച്ചോതുന്ന വളരെയധികം കാര്യങ്ങളുണ്ട് ഇവിടെ. ചരിത്രത്തിനും ഐതിഹ്യത്തിനും തുല്യമായ പ്രാധാന്യമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലുള്ളത്. ചെമ്പകശ്ശേരി എന്ന നാട്ടുരാജ്യമായിരുന്നു മുൻപിവിടം. ചെമ്പകശ്ശേരി ഭരിച്ചിരുന്ന രാജാവായിരുന്നു പൂരാടൻ തിരുനാൾ ദേവനാരായണൻ. അദ്ദേഹമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അത് 720 ആണ്ടിലാണ്, കൊല്ലവർഷം 720 ആണ്ടിലാണ് ഈ ക്ഷേത്രം അദ്ദേഹം പണി കഴിപ്പിക്കുന്നത്. ഒരിക്കൽ വില്വമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും കൂടി വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം അമ്പലപ്പുഴ ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ പുല്ലാങ്കുഴൽ നാദം കേട്ടു. രാജാവ് അവിടെ എല്ലാം നോക്കി, ആരാണ് ഈ പുല്ലാങ്കുഴൽ വായിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ വില്വമംഗലം സ്വാമിയാർ പറഞ്ഞു, അത് മറ്റാരുമല്ല, ഭഗവാനാണ്. ഇവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വില്വമംഗലം സ്വാമിയിൽ നിന്ന് ഇവിടെ ഭഗവത് സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ചെമ്പകശ്ശേരി രാജാവ് ഈ ക്ഷേത്രം, മഹാക്ഷേത്രം പണി കഴിപ്പിക്കുന്നതിൽ തൽപരനായി. അക്കാലത്ത് ഈ പ്രദേശം, അതായത് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം അമ്പനാട്ട് പണിക്കരുടെ ഉടമസ്ഥതയിലായിരുന്നു. അദ്ദേഹം ഇവിടെ കളരിയും മറ്റും നടത്തിയിരുന്ന സമയമായിരുന്നു. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വളരെ സന്തോഷത്തോടെ അമ്പനാട്ട് പണിക്കർ അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും അവിടെ ഈ മഹാക്ഷേത്രം പണി കഴിപ്പിക്കുവാൻ രാജാവിന് സഹായമാവുകയും ചെയ്തു. ആ സന്തോഷത്തിൽ രാജാവ് അദ്ദേഹത്തിന് പണിക്കർ സ്ഥാനം നൽകുകയും മറ്റും ഉണ്ടായി. അതൊരു ചരിത്രമാണ്. അമ്പലപ്പുഴയെ സംബന്ധിക്കുന്ന മറ്റൊരു ചരിത്രം പറയാം. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രങ്ങൾ ഒരുപാട് ആക്രമിക്കപ്പെടുകയും മറ്റും ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പോൾ ക്ഷേത്രം ആക്രമിക്കപ്പെടുമോ എന്ന ഭയത്തിൽ ഗുരുവായൂരിലെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ആ ഭഗവാന്റെ വിഗ്രഹം കുടിയിരുത്തുകയും ചെയ്തു. അവിടെ പൂജകളും മറ്റും നടത്തി അവിടെ ഒരു കിണറും തിടപ്പള്ളിയും ഒക്കെ സജ്ജമാക്കുകയും ഭഗവാനെ അവിടെ കുടിയിരുത്തുകയും പൂജാതി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അവിടെ ആ ഗുരുവായൂർ നട നമുക്ക് കാണാവുന്നതാണ്. അമ്പലപ്പുഴയിൽ വളരെ വിശേഷമാണ് കളഭാഭിഷേകം. മകരമാസം 1-ാം തീയതി മുതലാണ് നടത്തുന്നത്. 12 ദിവസം 30,000 കളഭാഭിഷേകം നടത്താറുണ്ട്. പിന്നെ ശങ്കരനാരായണ കലോത്സവം നടത്താറുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12 വർഷത്തിലൊരിക്കൽ പള്ളിപ്പാന നടത്തുന്നുണ്ട്. പിന്നെ വിശ്വവിഖ്യാതമായ അമ്പലപ്പുഴ പാൽപ്പായസം, ഗോവിന്ദ കഷായം എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ പ്രധാന നിവേദ്യമാണ്. ഒരു പ്രത്യേക ഫീലാണ്. പാൽപ്പായസത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരു ഭയങ്കര മധുരമുള്ള കാര്യമാണ്. പായസത്തിലേക്ക് പഞ്ചസാര ചേർക്കുന്ന സമയത്ത് വാസുദേവാ എന്നുള്ള ഉറക്കെയുള്ള വിളി, അത് അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര എനർജിയാണ്. എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പൻ ഈ ഗോവിന്ദ കഷായം കഴിക്കാൻ വേണ്ടി അമ്പലപ്പുഴയിലേക്ക് എത്താറുണ്ടെന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യ കഥ കേട്ടത് നാറാണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ടാണ്. അമ്പലപ്പുഴ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് തിരുമേനിമാർ ഒരുപാട് ശ്രമിച്ചിട്ടും അഷ്ടബന്ധം കൂടുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ നാറാണത്ത് ഭ്രാന്തൻ വന്നിട്ട് താമ്പൂലമൊക്കെ ചവച്ച് ചുവപ്പിച്ച് തുപ്പിയിട്ട് ഭഗവാനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ ഉറച്ചിരുന്നു എന്നാണ് പറയുന്നത്. രുചിയുടെ കാര്യത്തിൽ കേൾവി കേട്ട അമ്പലപ്പുഴ പാൽപ്പായസത്തിലെ പ്രധാന ചേരുവ ഈ മണിക്കിണറിലെ വെള്ളമാണെന്നാണ് പറയുന്നത്. അമ്പലത്തിലുള്ള ഒരു കിണറാണത്. അതൊരു രഹസ്യമായ ഒരു കൂട്ടാണ് മണിക്കിണറിലെ വെള്ളം. ആ വെള്ളത്തിൻ്റെ സ്വാദാണ് ആ പായസത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അമ്പലപ്പുഴയെക്കുറിച്ച് പറഞ്ഞാൽ തുള്ളൽ പ്രസ്ഥാനം, കുഞ്ചൻ നമ്പ്യാർ, മിഴാവ്, അത്തരം കഥകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അമ്പലപ്പുഴ അമ്പലത്തിൽ എന്നും സപ്താഹം നടക്കുകയാണ് കേട്ടോ. നമുക്ക് വന്നിരുന്നാൽ ഭഗവാന്റെ കുറേ കഥകളൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ അന്നദാനമൊക്കെ കഴിക്കാം. അതിനുശേഷം ഒരു 1 മണിയാവുമ്പോഴേക്കും പാൽപ്പായസം റെഡിയാവും, നമുക്കത് കിട്ടും, അത് വാങ്ങാം, എന്നിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോവാം. അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നേരെ മുൻവശത്ത് വലിയൊരു കുളമാണ്. നല്ല വഴുക്കലുണ്ട് കേട്ടോ പടിക്കെട്ടിൽ, ശ്രദ്ധിക്കണേ വരുന്നവർ. ഒരുപാട് മീനുണ്ട്. എന്ത് രസമാണെന്നറിയാമോ, ഒരുപാട് വലിയ മീനും ചെറിയ മീനും. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴൊന്നും ഒരു പേടിയൊന്നുമില്ല, നമ്മുടെ അടുത്ത് വന്നിങ്ങനെ വാലിട്ടടിച്ച് നിൽക്കും, അത്തരം മീനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒന്ന് അമ്പലപ്പുഴയിൽ പോകണം എന്ന് തോന്നിയാൽ എനിക്ക് സന്തോഷമായി. ഞാൻ ഈ ചെയ്യുന്നതിനൊരു ഫലം ഉണ്ടായി എന്നെനിക്ക് തോന്നുന്നു. മുൻപ് പോയിട്ടുള്ളവരും ഇതുവരെ പോയിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് സമയം ക്രമീകരിച്ച് ഒരു ദിവസം ഒന്ന് പോകണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഭഗവാന്റെ മണം, ഭഗവാന്റെ കഥകൾ ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ. അമ്പലത്തിന് അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ ട്രെയിനിലെത്താം ഇവിടേക്ക്. പിന്നെ NH-ലൂടെ, അതായത് NH-66 വന്നാൽ അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡുണ്ട്. അവിടുന്ന് വളരെ അടുത്താണ് അമ്പലം. അപ്പോൾ അമ്പലത്തിലേക്ക് എത്താൻ വളരെ സൗകര്യമാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒരിക്കൽ കൂടെ അമ്പലപ്പുഴയിലേക്ക് വരണം. ഒരിക്കൽ കൂടെ അമ്പലപ്പുഴ പാൽപ്പായസം രുചിച്ച് നോക്കണം, ഭഗവാനെ കാണണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളവിടുന്ന് കഴിച്ച അന്നദാനമാണ്. ഇനി തിരിച്ചു പോവാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.